1996 ഒരു വെക്കേഷൻ സീസണിൽ ഒരു സിനിമ ആളുകളെ ഞെട്ടിക്കാനെത്തി. ശങ്കർ സംവിധാനം ചെയ്ത ആ സിനിമയാണ് ഇന്ത്യൻ. അതിനു മുന്നേ അദ്ദേഹത്തിൻ്റെതായിട്ട് ഒട്ടനവധി സിനിമകളൊന്നും ഇറങ്ങിയിട്ടില്ല. ജെന്റിൽമാൻ എന്നൊരു സിനിമയുണ്ട്, പിന്നീട് കാതൽ എന്ന സിനിമ വന്നു. ഇതാ ഇനി എന്താണ് അദ്ദേഹത്തിന് വരാനിരിക്കുന്നത് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് കമൽ ഹാസൻ നായകനായി എത്തിയ ഇന്ത്യൻ എന്ന് പറഞ്ഞ സിനിമ വരികയാണ്. അനീതിക്കെതിരെ, കൈക്കൂലിക്കെതിരെ, ഭരണ നേതൃത്വങ്ങളുടെ അഴിമതിക്കെതിരെ അതെല്ലാം തുടച്ചു നീക്കാൻ ശക്തനായി അവതരിച്ച സ്വതന്ത്ര സമര സേനാനിയായ സേനാപതി എന്ന കഥാപാത്രവുമായിട്ട് അദ്ദേഹം എത്തിയപ്പോൾ അതങ്ങ് തരംഗമായി മാറുന്ന കാഴ്ചയാണ് 96 ആ വെക്കേഷൻ കാലം കണ്ടത്. മലയാളത്തിൽ മൈ ഡിയർ കുട്ടിച്ചാത്തൻ്റെ ഒരു റീമേക്കിൻ്റെ ഒരു കാലഘട്ടം കൂടിയാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് വീണ്ടും ആ ചിത്രം വന്ന ടൈമാണോ എന്ന് ചെറിയൊരു ഡൗട്ടുണ്ട്, ഉറപ്പില്ല, ചെറിയൊരു ഡൗട്ട് മാത്രമാണ് കേട്ടോ, തെറ്റിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്തായാലും ശങ്കറിൻ്റെ ഇന്ത്യൻ എന്ന സിനിമ തരംഗം സൃഷ്ടിക്കുന്ന കാഴ്ചയാണ് പിന്നീട് അവിടെ കണ്ടത്. ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളായി മാറി. മനീഷ കൊയ്രാളയും ഊർമിള മണ്ടോദ്കറുമായിരുന്നു ചിത്രത്തിലെ നായികമാരായി എത്തിയത്. ഒപ്പം തന്നെ സുകന്യയ്ക്കും സേനാപതി എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് നായികയെ എത്താനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. മികച്ച പെർഫോമൻസ് തന്നെ എല്ലാവരും കാഴ്ചവെച്ച സിനിമ. അതിൽ മലയാളി നടനായിട്ടുള്ള നമ്മളെല്ലാവരും പ്രിയങ്കരനായിട്ടുള്ള നെടുമുടി വേണു ഉണ്ടായിരുന്നു. കൊച്ചിൻ എനിഫൈ സിനിമയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് അങ്ങോട്ട് കറക്റ്റായിട്ട് ഓർമ്മ വരുന്നില്ല. എന്തായാലും സിനിമ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള സിനിമ തന്നെയായിരുന്നു. ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ എന്നതിനേക്കാളുപരി കമൽഹാസന് നാഷണൽ അവാർഡ് നേടിക്കൊടുത്തൊരു സിനിമ കൂടിയായി മാറുകയായിരുന്നു ഈ സിനിമ എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഏതായാലും മറ്റൊരു ഇന്ത്യൻ പിറവിയെടുക്കുകയാണ് ഇന്ത്യൻ 2. ഇന്ത്യൻ 2വിനെ കുറിച്ച് വർഷങ്ങളായി പറഞ്ഞു കേൾക്കുന്നു. സെറ്റിലെ അപകടത്തെക്കുറിച്ച് പറയുന്നത് കേട്ടു, പിന്നീട് സിനിമ നിർത്തിവെച്ചു എന്ന് കേട്ടു, വേണ്ടാന്ന് വെച്ചെന്ന് കേട്ടു. പക്ഷെ വിക്രം എന്ന സിനിമ ഉണ്ടാക്കിയ വലിയ ഓളവും വൻ വിജയവും കമൽഹാസൻ നേടിയെടുത്ത അദ്ദേഹത്തിൻ്റെ വലിയ തിരിച്ചുവരവും ആ കംബാക്കും മനോഹരമായിട്ടുള്ള ഒരു വിജയ ചിത്രമായി അത് മാറിയപ്പോൾ, കോടികളുടെ പണക്കിലുക്കം തിയേറ്ററുകൾക്ക് സമ്മാനിച്ചപ്പോൾ തമിഴ് സിനിമ ഇൻഡസ്ട്രി വീണ്ടും ഉണർന്നെഴുന്നേൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിൽ ലോകേഷ് കനകരാജിൻ്റെ LCUവിൻ്റെ തകർപ്പൻ മുന്നോട്ടുള്ള പോക്ക് വിക്രം എന്ന സിനിമ കൊണ്ട് ഉണ്ടാക്കിയെടുത്തെങ്കിൽ അതിനുശേഷം ഒട്ടനവധി പ്രൊജക്റ്റുകളാണ് കമൽഹാസനെ നായകനാക്കിക്കൊണ്ട് നിന്നുപോയതും അതുപോലെ ഉപേക്ഷിതമായിട്ടുള്ള അതേ പ്രൊജക്റ്റുകളൊക്കെ തന്നെ വീണ്ടും പൊടിതിട്ടെടുത്ത ആളുകൾ എത്തുകയാണ്. കാരണം കമൽഹാസന്റെ കാലം അവസാനിച്ചു എന്ന് കരുതിയെടുത്തിട്ടാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. അങ്ങനെ തിരിച്ചുവരവുകൾ ഗംഭീരമായിട്ട് കണ്ട ഒരു വർഷമായിരുന്നു 2022. നമുക്ക് മലയാളത്തിലാകട്ടെ ഒരുപാട് വൻ വിജയങ്ങൾ ഇല്ലാതിരുന്ന സമയത്താണ് ഭീഷ്മപർവം എന്ന ചിത്രം എത്തിയ വൻ വിജയം നേടിയെടുത്തത്. അതുപോലെ തന്നെ തൊട്ടടുത്ത വർഷങ്ങളിൽ 2023 നമുക്ക് അവിടെ ജയിലറിലൂടെ രജനീകാന്തിന്റെ വരവ് നമ്മൾ കണ്ടു. ഇതാ ഇപ്പോൾ കമൽഹാസൻ വീണ്ടും തൻ്റെ ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമുക്ക് സൈഡിലൊരു ചിത്രം കാണാം. സേനാപതി വിലങ്ങ് വിട്ട് ബാക്കിലേക്ക് നോക്കി ഒരു രസിക നോട്ടം നോക്കി നിൽക്കുന്ന ഒരു പോസ്റ്റർ. ജൂണിൽ അങ്ങനെ നമ്മുടെ സേനാപതി അവതരിക്കുകയാണ്. സേനാപതിയെക്കുറിച്ച് പറയാൻ ഇത്തരത്തിലൊരു വീഡിയോ കൊണ്ടുവന്നതിൻ്റെ കാരണം അത് അത്ര ത്രില്ലാണെന്ന് ഞങ്ങൾക്ക് സിനിമ കാണുമ്പോൾ അക്കാലഘട്ടത്തിൽ 96 ഉണ്ടാക്കിയെടുത്തത്. അന്ന് സ്കൂളിൽ പഠിക്കുന്നൊരു കാലമാണ്. ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈ സിനിമ അത്രത്തോളം ഓളം ഉണ്ടാക്കിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. മാത്രമല്ല അക്കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഹൈടെക് സിനിമ എന്ന് വേണമെങ്കിൽ ആ സിനിമയെക്കുറിച്ച് പറയാം. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പണം വാരിയ സിനിമ മാത്രമല്ല, മുടക്കുമുതലുള്ള സിനിമ കൂടി, മുതൽ അത്രമാത്രം ചെലവഴിച്ചുണ്ടാക്കിയ ഒരു സിനിമ കൂടിയായി മാറുകയായിരുന്നു ഇന്ത്യൻ എന്ന സിനിമ. അത് വലിയ രീതിയിലുള്ള നേട്ടമാണ് തമിഴ് ഇൻഡസ്ട്രിക്ക് ഉണ്ടാക്കി കൊടുത്തത്. കാരണം ഒരു പാൻ ഇന്ത്യൻ റീച്ച് കമൽഹാസനുണ്ട്. അത് ഇന്ത്യൻ എന്ന സിനിമയ്ക്ക് അവിടെ മാത്രമല്ല വിവിധ ഭാഷകളിൽ ഡബ് ചെയ്യപ്പെട്ട് ആ സിനിമ ഇറക്കപ്പെട്ടു. ഇന്ത്യ എന്നുള്ള പേരിലല്ല, ഭാരതി എന്ന പേരിൽ, ഭാരതി എന്ന പേരിലാവുകൊണ്ട് നമ്മുടെ ഹിന്ദിയിൽ ചിത്രം ഇറങ്ങിയത്. ഹിന്ദിയിലും ഹിറ്റ് ചാർട്ടിൽ അന്നത്തെ ഗാനങ്ങൾ അവിടെ കയറിയിരുന്നു. ടെലിഫോൺ മണിപ്പോളും, അതുപോലെ തന്നെ പച്ചക്കിളികൾ തോളോട്, അതുപോലെ തന്നെ മായ മച്ചിന്ദ്ര, അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ, ഒരുപാട് ഗാനങ്ങൾ ആ സിനിമയിൽ മികച്ച ശ്രേണിയിൽ പെട്ടു. അതൊക്കെ വലിയ രീതിയിൽ തന്നെ ആഘോഷിച്ചാണ്. ഇനി രണ്ടാം ഭാഗം വരുമ്പോഴും സേനാപതി നമ്മളെ വിസ്മയിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാത്തിരിക്കുകയാണ് ഇന്ത്യൻ 2വിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് വേണ്ടി. ഇന്ത്യൻ 2 ഇത്ര വൈകിയതിന് കാരണം ഇന്ത്യൻ 2ഉം ഇന്ത്യൻ 3യും കൂടി ഒരുമിച്ചാണ് സിനിമ
പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് വൈകിയതെന്നാണ് നമ്മുടെ കമൽഹാസൻ ജി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വീണ്ടും ഇന്ത്യൻ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാത്തിരിക്കുകയാണ് നല്ല ഒരു സിനിമാനുഭവം കമൽഹാസനും കൂട്ടരും നമുക്ക് നൽകാൻ വേണ്ടി. അപ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ പ്രതീക്ഷകൾ നിങ്ങൾക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.